السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. സഹൃദയരെ എല്ലാവർക്കും പുണ്യ റമദാൻ ആശംസകൾ നേരുന്നു. വിശ്വാസി ഹൃദയങ്ങളിൽ ആത്മഹർഷത്തിന്റെ നിറസാഫല്യവുമായി വീണ്ടും സമാഗതമായിരിക്കുകയാണ് റമദാൻ. 2 മാസക്കാലമായി നാം കരങ്ങളുയർത്തി കരളുരുകി ദുആ ചെയ്ത് കാത്തിരുന്ന റമദാൻ, 11 മാസവും പൂതിവെച്ച് പ്രതീക്ഷിച്ചിരുന്ന റമദാൻ, ഒടുവിൽ ആത്മീയാനുഭൂതിയുടെ അടിമുടി വിപ്ലവം സൃഷ്ടിച്ച് റമദാൻ ചന്ദ്രക്കല മാനത്ത് തെളിഞ്ഞു കരിഞ്ഞിരിക്കുകയാണ്. പുണ്യങ്ങളുടെ സുമങ്ങൾ വിടർത്തി മോക്ഷത്തിന്റെ സുഭാഷിതമരുളി മാസങ്ങളുടെ നേതാവ് വന്നണഞ്ഞിരിക്കുകയാണ്. ലൈലത്തുൽ ഖദറിന്റെ സന്ദേശം വഹിച്ചെത്തിയ പുണ്യങ്ങളുടെ പുഷ്കര പൂവാടിയായ റമദാൻ മാനവ മനസ്സിനെ മലിനമാക്കുന്ന ദുർവിചാര വികാരങ്ങളെ വിഭാടനം ചെയ്ത് നമ്മെ പറ്റുപോൽ പരിശുദ്ധമാക്കി പാകപ്പെടുത്തേണ്ട മാസമാണത്. ആർത്തിയും അലച്ചയും അതിമോഹവും കൈയൊടിഞ്ഞ് പരലോക ജീവിതത്തിന് വിളവെടുക്കാൻ വിശ്വാസികൾ വിശ്രമമില്ലാതെ കർമ്മനിരതരായിക്കൊണ്ടിരിക്കുകയാണ്. പാപങ്ങൾ ഇറക്കി വെക്കാനുള്ള അത്താണിയായ റമദാൻ നമ്മുടെ ശരീരത്തിന് കരപറ്റാനുള്ള ജലപേടകമാണ്. റബ്ബുൽ ഇസ്സത്തിന്റെ റഹ്മത്ത് കനിഞ്ഞിറങ്ങുന്നതിനാൽ ഏതൊരാൾക്കും എന്തും നേടാനും ഉന്നതങ്ങളിലേക്ക് ഉയരാനും ഉതകുന്ന മാസമാണിത്. പലതുകൊണ്ടും പടച്ച റബ്ബ് പരിശുദ്ധമാക്കിയ പാവന റമദാനിന്റെ പവിത്രതയെ പരിഗണിക്കുന്നവർക്ക് പരിധിയില്ലാത്ത പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്യപ്പെടുന്നത്. ആത്മപരിശോധനയുടെ നാളുകളായ റമദാനിൽ അല്ലാഹുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ നിലവാരം വിലയിരുത്തുകയും പോരായ്മകൾ പരിഹരിക്കാൻ പ്രയത്നിക്കേണ്ടതുണ്ട്. ആരാധനകളിൽ നിഷ്ഠ പുലർത്തുന്നതോടൊപ്പം അതിനെ തഖ്വയും ഖുശൂഉം ശക്തിപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ ഭദ്രമാക്കേണ്ട മാസവും കൂടിയാണ് റമദാൻ. ബാധ്യതകൾ നിർവഹിക്കാതെ, അവകാശങ്ങൾ വകവെച്ച് നൽകാതെ നമുക്ക് രക്ഷപ്പെടാനാവില്ല. സ്വഭാവ മര്യാദകളായി, ഉത്കൃഷ്ട പെരുമാറ്റമായി, ത്യാഗമായി, സഹായഹസ്തങ്ങളായി, പ്രാർത്ഥനയായി നാം സമൂഹത്തോടൊപ്പം ചേരേണ്ടതുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഹുവ ശഹ്റു സ്വബിരി വസ്വബ്റു സവാബുഹു അൽ ജന്ന. റമദാൻ സഹനത്തിന്റെ ക്ഷമയുടെ മാസമാണ്. ക്ഷമക്കുള്ള പ്രതിഫലമോ അത് സ്വർഗമാണ്. വയറിനുള്ളിലെ വിശപ്പിന്റെ വിളിയെ ക്ഷമയുടെ കരുത്തുകൊണ്ട് അതിജയിക്കുകയാണ് വിശ്വാസികൾ. അതിലൂടെ പല നാടുകളിലായി പട്ടിണി കിടക്കുന്ന 10,000ങ്ങളുടെ പൊള്ളുന്ന പള്ളയുടെ പ്രയാസം അനുഭവിച്ചറിയുകയാണ് വിശ്വാസികൾ. അയൽപ്പക്ക വീടുകളിൽ, അടുത്ത ഗ്രാമങ്ങളിൽ, പരിസരങ്ങളിൽ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും വസ്ത്രവും മറ്റും വേണ്ടതുപോലെ ലഭിക്കാതെ ഒരുകുന്ന മനസ്സുമായി ഉള്ളതുറക്കാതെ കഴിയുന്നവർ പലരുമുണ്ട്. അവരെ കുറിച്ച് ആലോചിക്കുകയും കൽബിൽ കരുണ കനിഞ്ഞിറങ്ങുകയും ഒരു പങ്ക് നമുക്കുള്ളതിൽ ഒരു പങ്ക് മറ്റുള്ളവർക്ക് വീതം വെക്കാൻ നാം അറിയാതെ നമ്മോട് വിളിച്ചു പറയുകയാണ് റമദാൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിനെ കുറിച്ച് വീണ്ടും പറയുന്നു, വശഹറുൽ മുസാവാത്ത്. റമദാൻ സഹകരണത്തിന്റെ, പരസ്പര സഹായത്തിന്റെ മാസമാണ്. നോമ്പുകാലത്ത് വിശപ്പ് എന്താണെന്ന് ജീവസ്പർശിയായി നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വീടുകളിൽ വിശക്കുന്ന മനുഷ്യരുടെ വെപ്രാളത്തിന് പരിഹാരമുണ്ടാക്കാൻ നാം തീർച്ചയായും ശ്രമിക്കും. കാർത്തികപ്പള്ളി ഗ്രാമത്തിൽ നമ്മുടെ കൺമുമ്പിൽ നമ്മളറിയാതെ ഉള്ളുരുളിക്കടിയുന്ന കുടുംബങ്ങളുണ്ട്. ജീവിതത്തിന്റെ രംഗറ്റം കൂട്ടിമുട്ടിക്കാൻ അനുദിന ചെലവുകൾ ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ അള്ളാഹു നൽകിയ അന്തസ്സിനെ കോട്ടം വരാതെ, രഹസ്യങ്ങളൊന്നും പുറത്തു പറയാതെ പിഞ്ചുലം പൈതലുകളുടെ പൊന്നോമന കവിളുകളിൽ നിരാശയുടെ പാടുകൾ പതിയാതിരിക്കാൻ പാടുപെടുന്ന ഉമ്മവാപ്പമാരുടെ നെഞ്ചിൻ കൂടി തീ എരിയുകയാണ്. ഈ റമദാൻ മാസത്തിൽ അത്തരക്കാരുടെ വീടുകളിലേക്ക് ഒരു സ്നേഹസ്പർശി ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു കൊടുക്കാൻ വർഷങ്ങളായി ശ്ലാഘനീയ ദൗത്യം നിർവഹിക്കുന്ന SVS സ്വാന്തനം പ്രവർത്തകരോട് ഒപ്പം ഒരു ശ്രമം നമ്മളും നടത്തുക. 1000 രൂപ ഒരു കിറ്റിന് ചിലവ് വരുന്ന സംരംഭത്തിൽ പണമുള്ളവർ 10 കിറ്റെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. സ്വാന്തന സംഘം സാഹസികമായി സംഘടിപ്പിക്കുന്ന ഈ സംരംഭത്തിൽ സാധിക്കുന്നവരെല്ലാം സംബന്ധിക്കുമ്പോൾ നാം കാരണമായി ഒരുപാട് കുടുംബങ്ങൾക്ക് സമാധാനം ലഭിക്കുകയാണ്. നോമ്പ് തുറക്കാൻ നമ്മുടെ മേശപ്പുറത്ത് വിളമ്പി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സുഭിക്ഷമായ ഭക്ഷണക്കൂട്ടുകളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഈ ബഹുരുചികളുള്ള പലതും ഞാനും കുടുംബവും സന്തോഷത്തോടെ കഴിക്കുമ്പോൾ അങ്ങകലെ അറാഖാനിൽ നിന്നും ആട്ടിയോടിച്ച് ഉലകത്തിലെവിടെയോ അഭയാർത്ഥി ക്യാമ്പുകളിൽ
തിരിച്ചു പോയാൽ തീയിലിട്ട് കരിച്ചു കളയുമെന്ന ഭീതിയുള്ളതിനാൽ എപ്പോഴെങ്കിലും എവിടുന്നെങ്കിലും ലഭിക്കുന്ന അല്പം ഭക്ഷണം മാത്രം ആശ്രയിച്ച് വിഷം നൊട്ടിയ വയറുമായി വിഭ്രാന്തിയോടെ കഴിയുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ നോമ്പിനെ കുറിച്ച് നാം ഓർക്കേണ്ടതുണ്ട്. ഇതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥികളായും അടിച്ചമർത്തപ്പെട്ടവരായും കഴിയുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളും നോമ്പ് നോൽക്കുന്നവരും പുണ്യകർമ്മങ്ങൾ കൊണ്ട് റമളാനിനെ ധന്യമാക്കുന്നവരുമാണ്. അവരുടെ എല്ലാം സമാധാനത്തിനും സന്തോഷത്തിനുമായി സർവശക്തനോട് ദുആയിരക്കാനല്ലാതെ നമുക്ക് കഴിയില്ല. അത്തരം ദുർബല സഹോദരങ്ങൾക്ക് വ്യവസ്ഥാപിതമായി ആഹാരം എത്തിക്കാനുള്ള സംവിധാനം കൃത്യവും സുഗമവുമായി നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതിനാൽ അതിന്റെ പേരിൽ അള്ളാഹു നമ്മെ ചോദ്യം ചെയ്യില്ലെന്ന് സമാധാനിക്കാം. പക്ഷേ പരിസരങ്ങളിൽ പൊറുതിമുട്ടിക്കഴിയുന്ന പാവങ്ങളെ സഹായിക്കാനുള്ള സ്വാതന്ത്ര്യം സംരംഭങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നത് കുറ്റകരമായ അനീതി തന്നെയായിരിക്കും. ഒരു ഭക്ഷണ കിറ്റ് എന്റെ വകയിലും ആവട്ടെ എന്ന് ആഗ്രഹിച്ച് ആവംവിധം ഇടപെടാൻ നാം എല്ലാം ശ്രമിക്കേണ്ടതുണ്ട്. സക്കാത്ത് നൽകാൻ മാത്രം ധനികരായിരുന്നില്ലല്ലോ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ റമളാനിൽ അടിച്ചു വീശുന്ന കാറ്റ് പോലെ അവിടുത്തെ ഉദാരത പലരിലേക്കും പരന്നൊഴുകിയിട്ടുണ്ട്. പുണ്യഭൂമേനിയെ പിന്തുടർന്ന് ഈ പുണ്യമാസത്തിൽ അർഹിക്കുന്നവർക്ക് ആഹാരം എത്തിക്കാനുള്ള സംരംഭത്തിൽ നമുക്കൊന്നിച്ച് പരിശ്രമിക്കാം. പടച്ചറബ് കബൂലാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യവും സമ്പത്തും സൗകര്യങ്ങളും സന്താനങ്ങളും എല്ലാം പൂർണ്ണ സുരക്ഷിതത്വത്തോടെ എല്ലാ കാലവും നിലനിർത്തി തരട്ടെ. ഉള്ളതിലെല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അവസാനം പൂർണ്ണ ഈമാനോടെ മരിച്ചു വിരിയുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെയും മാതാപിതാക്കളെയും ഉസ്താദമാരെയും ഭാര്യ സന്താനങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സാദരം സവിനയം സഹോദരൻ ഹനീഫ സഖാഫി വടകര. അസ്സലാമു അലൈക്കും.